പറയുന്നത് കേക്ക്. അവളെ ആരും കൊന്നതല്ല. ഒരു പെങ്ങള് പോയതിന്റെ ദുഃഖം ഞങ്ങൾക്ക് മാറിയിട്ടില്ല. അതങ്ങനെ പറ്റിപ്പോയി. എങ്ങനെ പറ്റിയത് സത്യരിക്കറിയണം. അത് ചെയ്തവരാരായാലും പൊറുക്കില്ല ഞാൻ. ഇനിയുള്ള കാലം ജയിലെ കയറിയിരിക്കൊരു വിഷയമല്ല. എന്നെ കുടുംബത്തിൽ പപ്പ അപ്പൂനൊരു അബദ്ധം പറ്റി. അവൻ കളിക്ക് അവളെ കുളത്തിൽ പിടിച്ച് തള്ളി. അവൻ അറിയില്ലായിരുന്നു അവൾക്ക് നീന്താൻ അറിയില്ല എന്നുള്ളത്. അവന്റെ വെള്ളത്തിൽ വിടവും അവൻ ഓടി പോവുകയും ചെയ്തു. അവൾ പഠിച്ചിട്ടുണ്ടാവും വെള്ളം കുടിച്ചിട്ട്. അവൻ അറിയില്ല. കള്ളക്കഥ ഉണ്ടാക്കില്ല. നീന്തൽ അറിയാനോട് മുങ്ങിച്ചെത്തുന്നോ? മലവെള്ളം കുത്തിയടിക്കുന്ന പുഴ നീന്തി കിടക്കുന്ന കുട്ടിയവള്. 6 വയസ്സുള്ളപ്പോ ഞാൻ എന്റെ കയ്യിലിട്ട് അവളെ നീന്തൽ പഠിപ്പിച്ചേ. എന്നിട്ട് അവള് നിങ്ങളുടെ ഈ പറമ്പിൽ ഇച്ചുകോളം വന്ന കുളത്തിൽ മുങ്ങിച്ചെത്തുന്ന് പറഞ്ഞാ ഞാനത് വിശ്വസിക്കണം? നിങ്ങൾ ഇപ്പൊ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടനും അധർമ്മിയും ശത്രു ഞാൻ തന്നെയാ. പേര് നടേശൻ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം ഞാൻ കൊല്ലുന്നത് തന്നെയായിരിക്കും. തന്റെ മരണം കണ്ട് മനസ്സൊന്ന് പിടച്ചു നിൽക്കുമ്പോ നിന്റെ മകനെയും ഞാൻ കൊല്ലും. ഇത് 2 കുപ്പി കള്ളിന്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ കുണ്ടുകൾ പറയണ വാക്കല്ല. കൊല്ലുന്നു പറഞ്ഞ് ഈ നടേശൻ കൊന്നിരിക്കും. പോടാ. മിടുക്കൻ, മിടുമിടുക്കൻ. നീ രാക്ഷസനും രാമനും മനുഷ്യനും മക്ക കൂടി ചേർന്ന് കലിക്ക്. പക്ഷേ 3-ാം ക്ലാസ്സിൽ 3 കൊല്ലം തോറ്റ എന്റെ തലയുടെ ബുദ്ധി IPS ചേർച്ച നിന്റെ തലക്കില്ലടാ കമ്മീഷണറെ. തേങ്ങ മോച്ചി ചേർന്ന ഗുണശേഖരൻ ഇവിടെ വരെ എത്തി. MLA ആയി, മന്ത്രിയായി, കോടീശ്വരനായി. എക്കന്റെ വാശിയായിരുന്നു, പകയായിരുന്നു. പണം മാത്രമാണ് എന്റെ ഈശ്വരൻ. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും, ആരെയും കൊല്ലും. നിനക്കൊരു പുല്ല് ചെയ്യാൻ പറ്റടാ. കാണോ നിനക്ക് ഗുണശേഖരന്റെ ബുദ്ധി? സോറി, ജയേട്ടന്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് അറിയാവുന്നുണ്ട്. ഒരു കേസെങ്കിലും ജയേട്ടന് കിട്ടിക്കോട്ടെ എന്ന് കരുതിയാ ഞാൻ ക്യാൻവാസിംഗിന് ഇറങ്ങിയത്. ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച മനുഷ്യന്റെ വായിൽ കൂടെ കേൾപ്പിച്ചപ്പോൾ എനിക്ക് തൃപ്തിയായില്ലടാ. തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. ഇപ്പോഴെങ്കിലും സാർ ഇത് ചെയ്തല്ലോ. മനസ്സ് നിറയിപ്പോ സന്തോഷ. എന്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നീ എന്തായി പറയുന്നത്? അല്ല, എന്നെ തല്ലാനായിട്ടാണെങ്കിലും ഈ നിയമപുസ്തകം സാർ ഒന്ന് കൈകൊണ്ട് തൊട്ടല്ലോ. നീലക്കുറിഞ്ഞു പോക്കുന്ന പോലെ വല്ലപ്പോഴും കാണാൻ കിട്ടുന്ന അപൂർവ കാഴ്ചയിലേത്. നീലക്കുറിഞ്ഞല്ല, നിന്റെ കൊരണവള്ളി ഞാൻ ഞെക്കി പൊട്ടിക്കും. വാസന്തി ആശുപത്രിക്കാര് വെട്ടിക്കീറാണ്ട് രക്ഷിച്ചില്ലേ? ഇതിനെന്താ ഞാൻ ചെയ്യേണ്ടത് അറിയില്ല. പോട്ടടാ, ഒക്കെ വിധിയാ. ഒക്കെ വിധിയാ. എന്താ കാണിക്കണോ? എന്റെ വാസന്തിയെ കൊന്നിട്ട് എന്താ കാണിക്കണോ? ഒരു ഭാവയിൽ തമ്പരാൻ വന്നിരിക്കുന്നു. ഇവൻ ആരാണെന്ന് അറിയാമോ? ഇവൻ ദൈവമാണെന്ന് ഈ നാട് മുഴുവൻ പറഞ്ഞു നടന്നുകൊണ്ടിരുന്ന ഞാൻ. ഇവൻ കൊലയാളിയാണ്, കൊലയാളി. ചങ്കിനകത്ത് ഈശ്വരനെ പോലെ കൊണ്ടുവരുന്ന എന്നിട്ട് എന്റെ ലക്ഷ്മിനും വാസന്തിനും നശിപ്പിച്ചില്ലോ. ലക്ഷ്മി മാറ്. എന്റെ ലക്ഷ്മി മിണ്ടാപ്പാലായതുകൊണ്ട് ആരൊന്നും അറിയാതെ എന്നിട്ട് ഒന്നും അറിയാത്തത് പോലെ എന്റെ വാസന്തിയുടെ ശവം തിന്നാൻ കേറി വന്നിരിക്കോ? എന്റെ പ്രാവിനെ എടുക്കാതെ
എനിക്ക് കണ്ണു വേണ്ട. നശിച്ച് ഈ ലോകം കാണാൻ എനിക്ക് കണ്ണു വേണ്ട. മൗനം സമ്മതമെന്ന് കരുതി ഞാൻ പോകുന്നു. താങ്ക്സ് രാമനാഥ, താങ്ക്സ്.